നാളുകളായുള്ള കുടുംബ വഴക്കാണ് കൊലപാതകത്തിൽ എത്തിച്ചതെന്ന് ഫാത്തിമയുടെ ബന്ധു. പൊന്നാനി ബീച്ചിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഫാത്തിമയുടെ മരണം മാസങ്ങളായി തുടരുന്ന ക്രൂരമായ ഗാർഹിക പീഡനത്തിന്റെ ഒടുവിലത്തെ അധ്യായമാണെന്ന് ബന്ധുക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്നലെ രാവിലെ 7 മണിയോടെയാണ് ഫാത്തിമയും ഭർത്താവ് മുഹമ്മദും വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നാൽ രാത്രി 9 മണിയോടെ ഫാത്തിമയുടെ ഒരു ഫോൺ കോൾ മാത്രമാണ് ബന്ധുക്കൾക്ക് ലഭിച്ചത്. താൻ ഇനി വീട്ടിലേക്ക് വരില്ല എന്നായിരുന്നു ആ സംഭാഷണത്തിന്റെ ചുരുക്കം. ഈ വാക്കുകളിൽ ഒളിഞ്ഞിരുന്ന അപകടം തിരിച്ചറിയാൻ കഴിയാതിരുന്ന ബന്ധുക്കൾ നേരം പുലർന്നപ്പോഴാണ് ഫാത്തിമയുടെ ചേതനയറ്റ ശരീരം കടൽ തീരത്ത് കണ്ടെത്തിയ വിവരം അറിയുന്നത്. മുഹമ്മദിന്റെ ഭാഗത്തുനിന്നും ഫാത്തിമയ്ക്ക് മുമ്പും കഠിനമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു. ഒരിക്കൽ മർദ്ദനമേറ്റ് ഫാത്തിമയുടെ ചുണ്ട് പൊട്ടിയ നിലയിലായിരുന്നു. അന്ന് ഈ വിഷയം പോലീസ് സ്റ്റേഷൻ വരെ എത്തിയെങ്കിലും അധികൃതരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ഒത്തുതീർപ്പിനെ തുടർന്നാണ് ഇവർ വീണ്ടും ഒരുമിച്ച് താമസം തുടങ്ങിയത്. എന്നാൽ ലഹരിക്കും സംശയരോഗത്തിനും അടിമയായ മുഹമ്മദ് വീണ്ടും ഫാത്തിമയെ ഉപദ്രവിക്കുന്നത് തുടർന്നു. ഒടുവിൽ 4 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ അനാഥയാക്കി ക്രൂരമായ മർദ്ദനത്തിനൊടുവിൽ ഫാത്തിമയുടെ ജീവൻ മുഹമ്മദ് കവർന്നെടുക്കുകയായിരുന്നു. 7 മണിക്ക് ഇവിടുന്ന് പോയതാണ്. ഇവിടുന്ന് ഈ പെണ്ണ് ചക്കൻ വിളിച്ചിട്ട് ഇവിടുന്ന് പോയതാണ്. അങ്ങനെ സാധാരണ പോക്കുണ്ട്. ഇതിപ്പോൾ ഇന്നലെ പെട്ടെന്ന് പോയതാണ്. പിന്നെ ഒരു 9 മണി കഴിഞ്ഞതിന് ശേഷം ഒരു വോയിസ് വന്ന് ഒറ്റ വാക്ക് ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത്ര തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം നേരം വെളുത്തതിൻ്റെ ശേഷമാണ് വിവരം അറിയണത്. അല്ലാതെ എന്താ ഇതിന് മുന്നേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ലോഗിയാക്കിയതാണ്. അവരിപ്പോൾ ഒരു ആഴ്ച മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഭാര്യനെ ഒരുപാട് തല്ലലും ഇതെല്ലാം ഉണ്ടായിരുന്നു. തച്ചടി ചുണ്ടെല്ലാം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് അവർ കേസ് കൊടുത്തിട്ട് കുട്ടീനെ ഒരു 4 മാസമുള്ള ഒരു കുട്ടിയുണ്ട്, പെൺകുട്ടിയുണ്ട്. അവൻ അവിടുന്ന് കുട്ടീനായിട്ട് പോയതാണ്. അവന് ലാസ്റ്റ് കുട്ടീനെ കൊടുന്നെന്ന് അങ്ങനെ ലോഗിയായിട്ട് പിന്നെ വേറെ താമസിക്കാമെന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ്. ഇന്ന് കുട്ടീനെ എപ്പോഴാണ് കൊടുക്കുന്നത്? ഇന്ന് കൊടുത്തിട്ടില്ല. കുട്ടി ഇവിടെ വരെ കൊടുത്തിട്ടില്ല. കുട്ടി അവൻ്റെ വീട്ടിലാണ്. ഇനി അവിടെ ഉണ്ടോ എന്താണെന്നുള്ളത് പറയാനും പറ്റൂല. കുട്ടി അതന്നെ അത്ര തന്നെ നമുക്ക് അറിയുള്ളൂ. ഞാൻ അന്വേഷിച്ചപ്പോൾ ഇതിനു മുമ്പും പല ദിവസങ്ങളിലായിട്ട് ഇതേപോലെ പെൺകുട്ടിയെ കൊണ്ടുപോയി രാത്രി വൈകിട്ടൊക്കെ തിരിച്ചു കൊണ്ടുവരാറാണ്. അപ്പോൾ സാധാരണ അതേപോലെ തന്നെയാണ് കൊണ്ടുപോയത്. പക്ഷെ അതിനുശേഷം പിന്നെ രാവിലെ തിരിച്ചു വന്നില്ല. പിന്നീട് ഇങ്ങനൊരു മൃതദേഹം കടപ്പുറത്ത് കിട്ടിയിട്ടുണ്ടെന്നും അത് ഐഡൻറ്റിഫൈ ചെയ്തപ്പോഴാണ് ഈ ഫാത്തിമയുടെ മൃതദേഹമാണ് ഇതെന്ന് ബോധ്യപ്പെട്ടത്. പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.